ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാമോ? ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വെച്ചിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പലപ്പോഴും. അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള ഓവർ വെയ്റ്റോ ഒബീസോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിസറൽ ഫാറ്റ് ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരം ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ആണ്. ഇത് പല രീതിയിൽ ചെയ്യാം. കോമൺലി ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ തന്നെ ഒരു ഈറ്റിംഗ് വിൻഡോ ആൻഡ് ഒരു ഫാസ്റ്റിംഗ് വിൻഡോ, 8 hours ഈറ്റിംഗ് വിൻഡോ, 16 hours ഫാസ്റ്റിംഗ് വിൻഡോ, അല്ലെങ്കിൽ ഒരു 10 hours ഈറ്റിംഗ് വിൻഡോ ആൻഡ് 14 hours ഫാസ്റ്റിംഗ് വിൻഡോ, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇതിന് അല്ലാതെ വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആഴ്ചയിൽ 5 ദിവസം ഭക്ഷണം സാധാരണ പോലെ കഴിച്ച് 2 ദിവസം ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീക്ക്ലി 1 ദിവസം മാത്രം ഫാസ്റ്റ് ചെയ്യണം. അങ്ങനെ പല രീതിയിലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. സാധാരണഗതിയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ കാലറി ഇല്ലാത്ത ഡ്രിങ്ക്സുകളോ കഴിക്കാൻ പെർമിറ്റഡ് ആണ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 12 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ്റെ അളവ് തീർന്നു പോകുന്നു. അപ്പോഴത്തേക്ക് ബോഡി ഒരു ഫാറ്റ് ബേണിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇതിനെയാണ് മെറ്റബോളിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഡയബറ്റിസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരിൽ ഈ മെറ്റബോളിക് ഷിഫ്റ്റ് 12 മണിക്കൂർ തന്നെ നടക്കണം എന്നില്ല, അതിനേക്കാൾ ലോങ്ങർ ആവാം. പക്ഷേ ഈവൻ ഇഫ് ഈ മെറ്റബോളിക് ഷിഫ്റ്റ് നടന്നില്ലെങ്കിൽ പോലും യൂഷ്വലി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടൽ കാലറി ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ടോട്ടൽ കാലറി ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അത് ബ്ലഡ് ഷുഗർ കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, ഫാസ്റ്റിംഗ് കാരണം നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും, പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ടാവുന്നത് കുറയ്ക്കും. ഇങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് പല രീതിയിലുള്ള ബെനിഫിറ്റുകളും ഉണ്ട്. ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും റിസ്ക്സ് ഉണ്ടോ? ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസീമിയാണ്. ഹൈപ്പോഗ്ലൈസീമ എസ്പെഷ്യലി ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ദിവസം മൾട്ടിപ്പിൾ ഡോസ് ഓഫ് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയുടെ റിസ്ക് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഡയബറ്റീസിലുള്ള ചില മെഡിസിൻസ്, ഷുഗർ കുറയ്ക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഈ ഷുഗർ ഉള്ള ഒരാളാണ്, മെഡിസിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമോ തലവേദനയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൾക്കാർ ജനറലി ഇത് കാരണം അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് കുറയ്ക്കാം. അപ്പോൾ ആക്ടിവിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമ്മളുടെ ഷുഗർ കൺട്രോളിന് നല്ലതാവില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണ്, അപ്പോൾ കഴിക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിൽ കഴിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തും കൃത്യമായി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, ഡയബറ്റീസിന് കൂട്ടാത്ത രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്രോപ്പറായി വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഈ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നെഗറ്റഡ് ആയിപ്പോവും. ലോങ് ടേം റിസ്ക് എന്ന് പറയുന്നത് അതായത് നമ്മൾ ലോങ് ടേമിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ ഇൻടേക്ക് കിട്ടാതെ വരാം. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അത് കാരണം മസിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിനോ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയോ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മളുടെ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ഇത് മാത്രമല്ല, പ്രൊലോങ്ഡ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രൈറ്റിസ്, മൈഗ്രെയിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായി കാണാറുണ്ട്. ഈ നമ്മൾ റംസാന് നോമ്പ് എടുക്കുന്നതും ഒരു തരം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെയായിട്ട് കൂട്ടാൻ പറ്റുമോ? കാരണം അതിലും നമ്മൾ ഈ ഒരു ഇടവേളയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും റംസാൻ നോയമ്പും ഒരു തരത്തിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റംസാന് മുമ്പ് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഫുൾ ചെക്കപ്പ് നടത്തി അവരുടെ ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നിൻ്റെ ഡോസുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് പേർക്ക് റംസാന് മുമ്പ് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രയോജനങ്ങൾ ഉണ്ടാവാം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഒന്നാമത് നമ്മൾ നോയമ്പ് തുറക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഭക്ഷണം ഒരുപാട് കൂടുതലായി കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഷുഗർ സ്പൈക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതല്ല. അതുപോലെ തന്നെ റംസാൻ ഫാസ്റ്റിങ്ങിൽ ആൾക്കാർ ഡീഹൈഡ്രേറ്റഡ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഡീഹൈഡ്രേഷൻ റിസ്ക്കിയാണ്.